ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് തേനൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്, തൃശ്ശൂർ എത്താറായി. അപ്പോൾ ഈ ചെക്കനെ കണ്ട് ഈ ചെക്കനാണെങ്കിൽ നമ്മളായിട്ട് കുറച്ച് നേരം കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഞാനെത്തി. ഇതാണ്ട് ഞാൻ പറഞ്ഞ പുതിയ വഴി. ഈ വഴി കൂടെ പോകുമ്പോൾ നമുക്ക് നേരെ ഈ ടൗൺ ഹാളിലേക്ക് വേഗം എത്താൻ പറ്റും. മറ്റേത് വട്ടം വളഞ്ഞ് വെച്ചാൽ ഞാൻ നമ്മുടെ സ്റ്റാളിനെ കുറിച്ച് തേൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ തേന് ബോട്ടിലാക്കിയത് വണ്ടി ഇപ്പോൾ ഉണ്ടായിരുന്നു. വണ്ടി എടുക്കാൻ വേണ്ടി ചാവി എടുത്ത് വണ്ടിയിൽ നിന്ന് സാധനം എടുത്ത് നേരെ ബാഗിലാക്കി ഞാൻ നേരെ ബസ്സിൽ കയറി. പക്ഷേ വണ്ടി വാപ്പാക്ക് പണിക്ക് പോകേണ്ട കാര്യമുണ്ട്, അതായത് ഡെലിവറിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് വണ്ടിയുടെ താക്കോൽ എൻ്റെ പോക്കറ്റിലിട്ടത്. ഞാൻ അങ്ങനത്തെ എൻ്റെ ബസ്സിൽ കയറി. വണ്ടിയുടെ ചാവി തൃശ്ശൂരുണ്ട്, വാപ്പ വീട്ടിൽ പോകണത്തോന്നില്ല. എൻ്റെ വീട്ടിൽ വാപ്പ വിളിച്ചെന്നെ പെലാട്ട് പാടില്ലാന്നേ ഉള്ളൂ. എൻ്റെ വാപ്പ പറഞ്ഞ് നീ വരാൻ പറഞ്ഞ് ഉടൻ തന്നെ നീ എത്തിയിട്ട് എന്നിട്ട് ഇവിടെ സാധനം സെറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ച് വരാൻ പറഞ്ഞു. ഞാൻ ഓക്കെ ഇനി എല്ലാം കൂടി കേൾക്കണം ആലോചിക്കുമ്പോഴാണ് ഭാഗ്യത്തിനും വിളിച്ചിട്ട് സ്പെയർ കീ കിട്ടിയെന്ന് പറഞ്ഞത്. വല്ലാത്തൊരു മറവിയാണ്ടായിരിക്കും. ഇപ്പോൾ പലതിപ്പോൾ എവിടെ വെച്ചെന്നോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കളയാണ്ട് ഇച്ച് നോക്കണം. ഇനി കളഞ്ഞു കഴിഞ്ഞാൽ അതിന് കേൾക്കും. സോ പോയിട്ട് സെറ്റ് ചെയ്യട്ടോ അവിടെ. അങ്ങനെ ഗൈസ്, ഞാനിപ്പോൾ സ്റ്റാളിലെത്തിയിട്ടാണ്. ഇനി നേരെ ചെന്ന് സാധനങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ സുരേഷേനെ അവിടെ എത്തിയിട്ട് ആളുടെ മില്ലറ്റ്സും പിന്നെ തേനെടുത്ത് വെക്കുന്ന സമയത്താണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ വേഗം ചെന്ന് തേനൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ തേനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മില്ലറ്റ്സും. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഒന്ന് കച്ചവടം കൂടിയിട്ടുണ്ട്, അതായത് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. തേനും അത്യാവശ്യം പോയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഈ തൃശ്ശൂരിൽ നിന്ന് റൗണ്ടിൽ നിന്ന് കുറച്ച് അകന്നതുകൊണ്ട് ആൾക്കാർ കുറവാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സ്റ്റാളിലെ ചേച്ചി നമുക്കൊരു പപ്പടം തന്നു. ഈ പപ്പടം ഇവിടെ തന്ന് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവരെന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തേനും മില്ലറ്റ്സിൻ്റെ സെയിൽസിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ആൾക്കാർക്ക് തേനെക്കുറിച്ചും അതുപോലെ മില്ലറ്റ്സിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടോ അങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ അല്ല, ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചു. ഉച്ച സമയമായി. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ സ്ഥിരം സ്ഥലമായ കുമാറിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു ഫുള്ള് ചിക്കൻ ബിരിയാണി കൂടി വാങ്ങി. 120 രൂപയാണ്. നല്ല ടേസ്റ്റ് ചിക്കൻ ബിരിയാണി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നേരെ സ്റ്റാളിലേക്ക് പോട്ടെ കേട്ടോ. അവിടെ ചെന്നിട്ട് കാണാം നമുക്ക് തേൻ്റെ കച്ചവടം കാര്യങ്ങളൊക്കെ നോക്കാം. സ്റ്റാളിൻ്റെ അവിടെ എത്താറുണ്ട്. സ്റ്റാളിൽ കയറിയപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് നല്ല പൂക്കളുണ്ട് ഈ ടൗൺ ഹാളിൽ തന്നെ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. കുറച്ച് നേരം ആ പൂക്കളിലെ കുറച്ച് എൻ്റെ ഫോൺ പുതിയതായതുകൊണ്ട് ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് എങ്ങനെയാണ് ക്യാമറ ക്വാളിറ്റി എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സാധനത്തിന്. ഈ നൈസായിട്ടിട്ട് കാണാൻ തന്നെ നല്ല രസമുണ്ട്. അങ്ങനെ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഞാൻ സ്റ്റാളിൽ പോകാം. അങ്ങനെ ഞാൻ സ്റ്റാളിലെത്തി. തേൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. 1/4 കിലോനും 1/2 കിലോനും 1 കിലോനൊക്കെ ഒരു 2 3 വെച്ച് പോയി തുടങ്ങി. ഇപ്പോൾ ഒരു ഉച്ച സമയം കേട്ടോ. ആൾക്കാർ നല്ലോണം കുറഞ്ഞിട്ടുണ്ട് തേൻ വാങ്ങുന്നവർ. അപ്പോൾ ഞാൻ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൂടാ. ഇങ്ങനെ വർത്താനം പറഞ്ഞ് അതേപോലെ തന്നെ വരുന്നവർക്കൊക്കെ തേൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മില്ലറ്റ്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇതായിരുന്നു ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത. ഇന്ന് ആൾക്കാർ നല്ല കുറവായിരുന്നു കേട്ടോ. സത്യം പറയാൻ ഈ ഓണായതുകൊണ്ടിരിക്കില്ല. ഇനി അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട് ആൾക്കാർ ചിലപ്പോൾ ഇന്ന് വരില്ലായിരിക്കും, ചിലപ്പോൾ നാളെ വരുമായിരിക്കും, അറിഞ്ഞുകൂടാ. ഇന്ന് നല്ല രീതിയിൽ കച്ചവടം കുറഞ്ഞിട്ടുണ്ട്. കാരണം ആൾക്കാർ അങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ ഞാൻ സുരേഷിനെ ഏൽപ്പിച്ചിട്ട് സുരേഷിനെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ പുറത്ത് ചായ കുടിക്കാൻ പോയിട്ടോ. നമ്മൾ കുടിക്കാറുള്ള കടയിൽ തന്നെ മാപ്പ് സ്റ്റോറീസിൽ നിന്ന് പോയിട്ട് ഒരു ചിക്കൻ റോളും കോഫിയും കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ സ്റ്റാളിലേക്ക് വന്നു. സ്റ്റാളിലാണെങ്കിൽ അത്യാവശ്യം ഈ വൈകുന്നേരം ആൾക്കാർ കുറവ് തന്നെയാണ്. അങ്ങനെ തേനൊക്കെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ആൾക്കാർ കുറവ് തന്നെയാണ്.
തേൻ കുറേ നേരമായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ കുറച്ച് കൂടി, പക്ഷെ ആരും വാങ്ങിയില്ല. ഞാൻ മാക്സിമം ആൾക്കാരോട് പറയാൻ നോക്കി തേനെക്കുറിച്ചും, അതുപോലെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആരും ഉണ്ടായില്ല. അങ്ങനെ രാത്രി ആയപ്പോൾ ആൾക്കാർ പറഞ്ഞു. ഞാനാണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ചേച്ചി നമുക്ക് പപ്പടവട തന്നത് കഴിക്കാനായിട്ട്. അങ്ങനെ ഞാൻ പപ്പടവട കഴിച്ച്. അങ്ങനെ പപ്പടവടം കഴിച്ച് ആൾക്കാർക്കൊക്കെ ആയിട്ട് കമ്പനി ഓരോരുത്തരായി സ്റ്റാൾ കൂട്ടാൻ തുടങ്ങി. ഞാൻ പക്ഷേ വാപ്പ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വരാമെന്ന് എന്നെ കൊണ്ടുവരാനായിട്ട്. അങ്ങനെ സുരേഷിടം പോയപ്പോൾ ഞാൻ തേൻ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് വെച്ചിട്ടോ. ഇത്രയും തേനാണ് നമ്മുടെ സ്റ്റോക്കുള്ളത്. അങ്ങോട്ട് സ്റ്റോക്ക് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തു, കുറച്ച് പേരാണെങ്കിൽ പോകുന്നവർക്കൊക്കെ തേൻ കൊടുത്ത് ഞാൻ വിൽക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള ചേച്ചിമാർ സ്റ്റാളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ വാപ്പമ്മ ഞാൻ എന്നിട്ട് തേനൊക്കെ എടുത്ത് വെച്ചപ്പോൾ വാപ്പമ്മയും വന്നു. അങ്ങനെ അവരോടൊപ്പം ഞാൻ നേരെ കാറിൽ കയറി ഞാൻ പോവാണ്ടോ വീട്ടിലേക്ക്. അങ്ങനെ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഫ്രഷ് ആയി കിടന്ന് വാങ്ങണം. അപ്പോൾ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞ ദിവസത്തെക്കാട്ടും കുറവായിരുന്നു. അപ്പോൾ ഇനി നാളെ കാണാം.